ഇന്ന് ചരിത്ര സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നത് ഇന്നത്തെ കാലത്ത് നിർവഹിക്കാവുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം അത്രമാത്രം ചരിത്രത്തെ വക്രീകരിക്കാനും വികലമാക്കാനും നടക്കുന്ന സംഘടിതമായിട്ടുള്ള ഭരണകൂട പിൻബലത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരിശ്രമങ്ങൾ നമ്മളെല്ലാവരും ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചരിത്രബോധമില്ലാത്ത ഒരു തലമുറക്ക് ഇത്തരത്തിലുള്ള വക്രീകരണത്തിൽ വളരെ പെട്ടെന്ന് പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ചരിത്ര സംബന്ധിയായിട്ടുള്ള എല്ലാ പഠനവും. നമ്മൾ ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളുണ്ട്. അവര് ഒരു കാല് സ്റ്റാർട്ടിംഗ് വിസില് കേൾക്കുന്നതിന് മുമ്പ് ഒരു കാല് പിറകോട്ട് വെച്ചാണ് ഓടാൻ ആരംഭിക്കുന്നത്. ഒരു കാല് പിന്നിലേക്ക് വെക്കുന്നു എന്നത് അവരുടെ കുതിപ്പിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ മുമ്പോട്ട് അതിശക്തമായിട്ട് കുതിക്കണമെങ്കിൽ നമ്മുടെ ഒരു കാല് പിറകിലുണ്ടാവണം, ചരിത്രം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള വശം. ആ അർത്ഥത്തിൽ ചരിത്രത്തിലേക്ക് കൂടെ തിരിഞ്ഞു നോക്കുക എന്നത് നമുക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഘോഷ പരിപാടികൾ അവസാനിക്കാൻ മറ്റന്നാളാണ്. ഔപചാരികമായിട്ട് ഈ ചടങ്ങുകളിൽ നിന്ന് രാജ്യം പിൻവാങ്ങുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. സാമ്പ്രദായിക രീതിയിൽ നടന്നു വരുന്ന ആഘോഷ പരിപാടികളൊക്കെ ഡൽഹിയിൽ പുതിയ തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കേട്ട വിവരം, ഇന്ന് രാവിലെ TV-യിൽ പലപ്പോഴും നമ്മൾ തത്സമയം ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാറുണ്ട്. ആ റിപ്പബ്ലിക് ദിന പരേഡിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ കഴിഞ്ഞ 5-8 വർഷമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ ഓരോ സംസ്ഥാനവും എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് കാലേ കൂട്ടി ഭരണകൂടത്തെ അറിയിച്ച് അവരുടെ അനുമതി വാങ്ങിയിട്ട് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 3 വർഷം മുമ്പ് കേരളം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാളി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടിയ മറുപടി ഗുരുവിന് പകരം മറ്റാരെങ്കിലും ആക്കിക്കൂടെ എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, ഈ പാനലിസ്റ്റുകൾ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ആദിശങ്കരനെ അവതരിപ്പിച്ചൂടെ എന്ന്. അപ്പൊ എന്താണ് അതിന്റെ താല്പര്യം? ശ്രീനാരായണ ഗുരു ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഹിന്ദു മിത്തോളജിയിലെ ആ നയത്തെ അതിശക്തമായിട്ട് എതിർക്കുകയും ക്ഷേത്രാരാധനാ സങ്കല്പങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. എന്നാൽ ശങ്കരൻ ചാതുർവർണ്ണത്തെ ശരിവെക്കുകയും അതാണ് യഥാർത്ഥത്തിലുള്ള മാനവിക ധർമ്മം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഗുരുവിൻ്റെ തന്നെ അധ്യാപകനായിട്ടുള്ള ശങ്കരനോട് വിയോജിച്ചാണ് മലയാളി സമൂഹത്തിന്റെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാൻ ഗുരു കഠിനാധ്വാനം ചെയ്തത്. ആ ഗുരു ഇന്ന് തലസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സ്വീകാര്യനല്ല എന്നതാണ് അവര് അത് മാറ്റിത്തരുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച നിലപാട്. അപ്പൊ ഇങ്ങനെ തമിഴ്നാട് മുന്നോട്ട് വെച്ച പ്ലോട്ട് പലതവണ മാറ്റാൻ ഡൽഹിയിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഈ ഉദാഹരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായിട്ടുള്ള ചരിത്രം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അറ്റ് പ്രസന്റ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ പഞ്ചായത്ത് തലം തൊട്ട് പാർലമെന്റ് തലം വരെ ചിട്ടയായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസാധാരണമായിട്ടുള്ള ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ചരിത്രം ആര് രചിക്കാൻ ശ്രമിച്ചാലും മുസ്ലിങ്ങളുടെ പങ്ക് അതിൽ നിന്ന് ഇഴപിരിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അനിഷേധ്യമാണ് എന്ന് അത്തരം ഒരു സംരംഭത്തിന് തുനിഞ്ഞിരിക്കുന്ന ആർക്കും ബോധ്യമാകും. അത്രമാത്രം രാജ്യത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുസ്ലിം ചരിത്രം. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രം, നമ്മളിപ്പോൾ രാഷ്ട്രമൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയും. ആ മൂല്യങ്ങൾ വലിയ ഭീഷണിയിലാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സെക്കുലറിസം പോലെയുള്ള ആശയങ്ങളൊക്കെ തന്നെ മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ വെല്ലുവിളി നേരിടുകയാണെന്ന് പറയും. അപ്പൊ ആധുനിക രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്ന കുറെ രാഷ്ട്രമൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ രൂപപ്പെട്ടു വന്നത് തന്നെ ഇന്ത്യയിലെ
മുസ്ലിം ഭരണകർത്താക്കളുടെ കാലത്താണെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. പ്രത്യേകിച്ച് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്ര അതിരുകൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യം പരിണമിച്ചു വന്നത് തന്നെ മുഗള ഭരണകാലത്താണ് എന്ന് പറയുന്നത് അതിശയോക്തിപരമല്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് അധിനിവേശക്കാരുണ്ടായിട്ടുണ്ട്. പല താല്പര്യങ്ങൾ വെച്ച് കടന്നു വന്ന ഒരുപാട് അധിനിവേശ ശക്തികളുടെ ഒരു വിഹാരഭൂമിയായിരുന്നു ഇന്ത്യ. കുടിയേറ്റങ്ങളുടെയും പലായനങ്ങളുടെയും ഒക്കെ ചരിത്രം ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ മുഗള രാജവംശത്തിന്റെ വരവോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തിനൊരു ദേശരാഷ്ട്ര സങ്കല്പം തന്നെ രൂപപ്പെട്ടു വരുന്നത്. അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാൻ എന്നീ രാജ്യത്തെ വിളിച്ചത്. ദ ലാൻഡ് ഓഫ് ഹിന്ദുസ് എന്നാണ്. ഹിന്ദു എന്നത് ഒരു പേർഷ്യൻ പദമാണ്. മുഗളന്മാർ ഇത് ഇന്ത്യയിലെ മുസ്ലിമേതര ജനവിഭാഗങ്ങളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പേർഷ്യൻ പദമാണ്. ഹിന്ദു എന്ന പദം ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമുക്കറിയാവുന്നതാണ്. സംസ്കൃത ഭാഷയെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. 2020 ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സംസ്കൃതത്തെ എങ്ങനെയൊക്കെ ഇന്ത്യയിൽ തിരികെ കൊണ്ടുവരാം, എല്ലാ ജ്ഞാനശാഖകളും പഠിപ്പിക്കാൻ സംസ്കൃതത്തെ മാധ്യമമാക്കിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം പോലെയുള്ള ആശയങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ സംസ്കൃതത്തിൽ ഒരിക്കലും തപ്പിത്തെരഞ്ഞു നോക്കിയാൽ നമുക്ക് ഹിന്ദു എന്ന പദം കാണാൻ കഴിയില്ല. ഇതൊരു പേർഷ്യൻ പദമാണ്. അപ്പൊ ഇന്ത്യയിലെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിമേതര സമൂഹത്തെ മുഴുവൻ അഡ്രസ് ചെയ്യാൻ വേണ്ടി അവരുപയോഗിച്ച പദമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ആ ഒരു പ്രയോഗം തന്നെ ഇന്ത്യയുടെ ഒരു ഏകീകരണത്തിൽ ഒരു കാലത്തും ഇന്ത്യയിലെ മുഗളന്മാരുൾപ്പെടെയുള്ള മുസ്ലിം ഭരണകർത്താക്കൾ ഏകദേശം 1000 കൊല്ലം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ഒരിക്കലും ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെയുള്ള കൊളോണിയൽ താല്പര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ചൂഷണം ഉണ്ടായിട്ടില്ല. ക്രൈസ്തവരുടെ ഭൂമി കൊള്ളപ്പലിശ കടമെടുത്ത് അവരെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടൻ ചെയ്തതുപോലെ ഇവിടെ ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്ത് അവരുടെ ഖജനാവ് ശക്തിപ്പെടുത്തുക എന്ന നയം ഒരു കാലത്തും മുസ്ലിം ഭരണകർത്താക്കളോട് സ്വീകരിച്ചിട്ടില്ല. ചൂഷണം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല. വിവേചനം ഉണ്ടായിട്ടില്ല. അവര് എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കാണാനാണ് പരിശ്രമിച്ചത്. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയിൽ കിട്ടിയെന്ന് സമർത്ഥിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണകാലത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ നമ്മൾ പറയുന്ന ദേശീയത്വം, നാഷണലിസം എന്ന് പറയുന്ന ആശയം, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു യൂണിഫിക്കേഷൻ, ഐക്യം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ തന്നെ രൂപപ്പെട്ടു വന്നത് ആ കാലത്താണ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പക്ഷ വായന മാത്രമല്ല മുസ്ലിം ഭരണാധികാരികളുടെ വരവിന് മുമ്പ് സമ്പന്നമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതമായ സംവിധാനം ഉണ്ടായിട്ടില്ല. ഇപ്പോ 12,000 കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് അസൈൻമെന്റ് കൊടുത്തിരിക്കുകയാണ് സംഘ് പരിവാർ ചരിത്രകാരന്മാർക്ക്. യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചത് ഹാരപ്പയുടെ, മോഹൻജദാരോവിന്റെ, സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചൊക്കെയാണ്. അതിങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ പരമാവധി 5000 കൊല്ലത്തേക്ക് എത്തുള്ളൂ. അത്രേ ഉള്ളൂ ഇന്ത്യയുടെ ചരിത്രം. പക്ഷെ നിങ്ങളൊരു 12,000 കൊല്ലത്തെ ചരിത്രം ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നാണ് 10-18 ചരിത്ര പണ്ഡിതന്മാർക്ക് സംഘ് പരിവാർ നൽകിയിട്ടുള്ള അസൈൻമെന്റ്. അവരാ പണിയിട്ട് നടക്കുകയാണ്. അപ്പൊ ഒരു പക്ഷേ ഭാവിയിൽ വരുന്ന നമ്മുടെ കുട്ടികൾ, മക്കൾ, ഭാവി തലമുറയൊക്കെ പഠിക്കുന്നത് ഇത്തരത്തിൽ റഫറൻസ് ആയിട്ട് അവർ സ്വീകരിക്കുന്നത് ഈ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളായിരിക്കാനാണ് സാധ്യത. 1921 മലബാർ കലാപത്തിലെ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്ര ഗവേഷണ കൗൺസിൽ ICHR കൺക്ലൂഡ് ചെയ്ത് തീരുമാനമെടുത്തു കഴിഞ്ഞു. അവര് ഇന്ത്യയുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് 47 വരെ സ്വാതന്ത്ര്യ ലബ്ധി വരെയുള്ള 90 വർഷക്കാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ പൊരുതി മരിച്ചവരെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഗണിക്കപ്പെടുന്നത്. എന്നാൽ 21 കലാപത്തിൽ മരണപ്പെട്ട മലബാറിലെ മാപ്പിളമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ICHR പുറത്തിറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ നാമഘോഷമുണ്ട്, ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ്. അതില് ഇവരുടെ പേര് ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്താണ് 5ാമത്തെ വാള്യം പുറത്തിറങ്ങിയിട്ടുള്ളത്. 5ാമത്തെ വാള്യത്തിലായിരുന്നു ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് തെന്നിന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറിയ പ്രൊഫൈൽ ജീവചരിത്രക്കുറിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ് പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് അവരെ ബോധപൂർവം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പുതിയ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയോഗ്രാഫി നടക്കുകയാണ്, ഒരു ചരിത്ര രചന രീതി നടക്കുകയാണ്.
ഈ ചരിത്രരചനാ രീതിക്ക് ഒരുപാട് മാറ്റങ്ങൾ, പരിണാമം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരെ വാഴ്ത്തുന്ന ഒരു ചരിത്രം, ഒരു കൊളോണിയൽ പക്ഷ ചരിത്രരചനക്കാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ സ്വീകാര്യത ഉണ്ടായത്. അതിനുമുമ്പ് മുഗള രാജഭരണകാലത്താണ് യഥാർത്ഥത്തിൽ പരിമിതമായ തോതിലെങ്കിലും വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ തുടക്കം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ തന്നെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ തുടക്കം. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ്. എത്നിക് മ്യൂസിയം എന്നാണ് പണ്ഡിതന്മാർ ഇന്ത്യയെ വിളിച്ചിട്ടുള്ളത്. ഇതൊരു വംശവൈവിധ്യമുള്ള ഒരു മ്യൂസിയമാണ് ഇന്ത്യ, എത്നിക് മ്യൂസിയമാണ്. എന്തുമാത്രം വൈവിധ്യമാണ് ഇന്ത്യയിലുള്ളത്! ഭക്ഷണത്തിൽ, വേഷത്തിൽ, കാലാവസ്ഥയിൽ, ഭൂപ്രകൃതിയിൽ, ഭാഷയിൽ, ആചാരത്തിൽ, അനുഷ്ഠാനത്തിൽ, എന്തിലെല്ലാം വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ നമുക്ക് വേറൊരു രാജ്യവുമായിട്ട് സമീകരിക്കാൻ കഴിയില്ല. അത്രമാത്രം വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഈ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ 2 നൂറ്റാണ്ട് ഭരണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടന്റെ നേരിട്ടുള്ള ഭരണവും ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ, പ്രത്യേകിച്ച് മുഗള രാജവംശകാലത്ത് നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1000 കൊല്ലത്തോളം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഭരണം നിർവഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കാലത്തുടനീളം സാമൂഹ്യ നീതിക്കും സമത്വത്തിനും വിവേചനത്തിനെതിരായിട്ടുമുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവരൊരു മുസ്ലിം രാഷ്ട്രം, ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രം, ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെങ്കിൽ അനായാസന അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അവർ അജണ്ടയിൽ അത് ഉണ്ടായിട്ടേ ഇല്ല. അവരുടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകളുടെ തന്ത്രപ്രധാനമായ തസ്തികളിലൊക്കെ ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് നിയമിച്ചിട്ടുള്ളത്. ഭരണകൂടത്തിന്റെ എല്ലാ കീ പോസ്റ്റുകളിലും ഹൈ ക്ലാസ് ഹിന്ദു സമൂഹത്തിലെ ആളുകളെയാണ് വെച്ചത്. ഞാൻ ഓരോ പേരുകൾ എണ്ണി പറയാൻ ഈ സമയം അനുവദിക്കാത്തത് കൊണ്ട് വിശദമായിട്ടാണ് പോകുന്നില്ല. അപ്പൊ മുഗള രാജഭരണകാലത്തുടനീളം ഒരു വിവേചനവുമില്ലാതെ ഇന്ത്യക്കാർക്ക് മുഴുവൻ ഈ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയിരുന്നു എന്നതാണ് പ്രത്യേകത. 647 കൊല്ലം മുസ്ലിം ഭരണാധികാരികളുടെ ഭരണകൂടത്തിന്റെ തലസ്ഥാനം ഡൽഹി ആയിരുന്നു. 647 കൊല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 71-81 സെൻസസിൽ പോലും ഡൽഹിയിലെ മുസ്ലിം പോപ്പുലേഷൻ 7.1 ആണ്. അപ്പൊ അത്രമാത്രം ചുരുങ്ങി ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ആസ്ഥാനമായിട്ട് ഈ രാജഭരണ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതന്നെ ഒരു നല്ല ഉദാഹരണമാണ്. മുസ്ലിം ഭരണകാലത്ത് ധാരാളം ജ്ഞാനശാഖകൾ ഇവിടെ വികസിച്ചു വന്നു. പ്രത്യേകിച്ച് ശില്പകലയിൽ, ചരിത്രരചനയിൽ, അതേപോലെ തന്നെ വിവർത്തന സാഹിത്യത്തിലൊക്കെ തന്നെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും മികച്ച സംരംഭങ്ങൾ, സാഹിതീയമായ മുന്നേറ്റം നടന്നത് മുഗള രാജഭരണ കാലത്താണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രകോപിപ്പിക്കുകയോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് അതിന് ഉദാഹരണം കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ അത് മുഗള രാജവംശത്തിന്റെ ഒരു അവസാനം നടക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത്, ആരാണത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഗണിക്കപ്പെട്ടതെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണല്ലോ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ മ്യൂട്ടിനി, മീററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം അങ്ങനെ പറയും. ചിലപ്പോ മഹത്തായ ഇന്ത്യൻ വിപ്ലവം എന്ന് പറയും, ചിലപ്പോൾ ശിപ്പായി ലഹള എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല. മഞ്ചേരിയിൽ നമ്മൾ ഈ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹാൾ 1926 ആരംഭിച്ചതാണ്. ഈ സഭാ ഹാൾ ഒരു 100 കൊല്ലത്തെ പഴക്കമുണ്ട്. അതിനും എത്രയോ മുമ്പ് 1857 മുമ്പല്ലേ 1792 അന്നാണ് ഷഹീദ് ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് പിൻവാങ്ങുന്നത്. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മലബാർ എന്ന ഈ ഭൂപ്രദേശം ബ്രിട്ടനെ ഏൽപ്പിച്ച് മൈസൂരിലേക്ക് തിരികെ പോകുന്നത്. അപ്പൊ 792 ശേഷം ഈ പ്രദേശത്ത് ബ്രിട്ടൻ വന്നതിന് ശേഷം ആരംഭിച്ച ചെറുത്തുനിൽപ്പുകളുണ്ട്. പ്രത്യേകിച്ച് കാർഷിക കലാപങ്ങളുണ്ട്. ഒരുപാട് ആളുകളുടെ, മഞ്ചേരിയിലാണ് അത്തൻ കുരിക്കരുടെ, ചമ്പൻ പോക്കരുടെ, അങ്ങനെയുള്ള ധാരാളം ആളുകളുടെ, മമ്പുറം തങ്ങന്മാരുടെ ഒക്കെ പോരാട്ടം. ഇതൊക്കെ 857 മുമ്പാണ്. 1854 ഫസൽ പൂക്കോയ തങ്ങളെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് നാടുകടത്തിയത് ബ്രിട്ടൻ, തുർക്കിയിലേക്ക് നാടുകടത്തി. ഇപ്പോഴും മമ്പുറം തങ്ങന്മാരുടെ പിന്മുറക്കാൻ അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെ 857 മുമ്പ് എണ്ണം പറഞ്ഞ 100 കണക്കിന് ചെറുത്തുനിൽപ്പുകളും സമര പോരാട്ടങ്ങളും നടന്ന പ്രദേശമാണ് നമ്മുടെ ഈ പരിസരദേശങ്ങളെല്ലാം. അതൊന്നും സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 എന്ന് സാങ്കേതികമായിട്ട് പറയുന്നത്. ചരിത്ര പുസ്തകം, ഈ ചരിത്രരചനാ രീതിയുടെ ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അത് വിശദീകരിക്കാൻ എന്താണ് 1857 വിപ്ലവം ഉണ്ടാക്കിയത്? ഒന്ന്, മുഗള രാജവംശത്തിന്റെ വേരറ്റ് ബഹദൂർ ഷാ സഫറിനെ അവസാനമായിട്ട് പിടിച്ച് ജയിലിൽ അടച്ച് മുഗള രാജവംശത്തിന്റെ അന്ത്യം കുറിച്ചു.
ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. അങ്ങേ അറ്റം പരാജയമാണ് ഈ വിപ്ലവാനന്തരം മുസ്ലിങ്ങൾക്ക് ഉണ്ടായത്. മുസ്ലിങ്ങൾ ബ്രിട്ടനോട് പൊരുതുക എന്നത് മുസ്ലിങ്ങളുടെ ഒരു മതവിശ്വാസത്തിന്റെയും അവരുടെ ദൗത്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഏറ്റെടുത്തത്. മുസ്ലിങ്ങൾ മാത്രമല്ല, 1757 ബ്രിട്ടൻ ഇന്ത്യയിൽ പിടിമുറുക്കുന്നത്. പ്ലാസി യുദ്ധം നമുക്കറിയാം, കൽക്കത്തയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1757 നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന 1857 100 കൊല്ലം വഴക്കുണ്ട്. ഈ 100 കൊല്ലവും ഇന്ത്യ നിയന്ത്രിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന യൂറോപ്പിലെ കച്ചവടക്കാർക്കിടയിലുണ്ടായ കിടമത്സരത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു കച്ചവട കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ ചെയ്തത്? ഇവിടുത്തെ പരമ്പരാഗത നെയ്ത്ത് വ്യവസായത്തെ നശിപ്പിച്ചു, ഇവിടുത്തെ കുലത്തൊഴിലുകൾ നശിപ്പിച്ചു, ഇവിടുത്തെ മതവിശ്വാസികൾക്ക് വെല്ലുവിളി ഉണ്ടാക്കി, ഭാഷാ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തി, മതപഠനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒക്കെ വന്നപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും സംഘടിച്ച് അവസാനം നടന്നൊരു പൊട്ടിത്തെറിയായിട്ട് വേണം 1857 കലാപത്തെ കാണാനെങ്കിലും ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നതെല്ലാം മുസ്ലിം നേതാക്കന്മാരായിരുന്നു. ഇമാം അഹമ്മദുള്ള ഷാ നേതൃത്വം നൽകിയിട്ടുള്ള അന്നത്തെ 50,000 പണമാണ് അദ്ദേഹത്തിന്റെ തലക്ക് ഇനാമായിട്ട് പ്രഖ്യാപിച്ചത് ബ്രിട്ടൻ. അപ്പോൾ മുസ്ലിങ്ങളാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യാപകമായിട്ട് ബ്രിട്ടൻ പ്രചരിപ്പിക്കുകയും മുസ്ലിങ്ങളെ അടിച്ചമർത്താതെ ചിരകാലത്തേക്ക് നമുക്ക് ഇന്ത്യ സ്വന്തമാക്കാൻ കഴിയില്ലെന്നും ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചു. നിർദ്ദയമാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കാനുള്ള പ്ലാൻ ബ്രിട്ടൻ തയ്യാറാക്കിയത്. ഡൽഹിയിൽ ഒരിടത്ത് പോലും ഒരു മുസ്ലിമിനെ കണ്ടുകൂടാ, തൂപ്പുകാരന്റെ പണി പോലും മുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല തുടങ്ങി പൂർണ്ണമായിട്ടും ഭ്രഷ്ട് കൽപ്പിച്ച മുസ്ലിങ്ങളെ അങ്ങേയറ്റം തകർത്ത് കളയാനുള്ള പദ്ധതി തയ്യാറാക്കിയതായിരുന്നു ഈ വിപ്ലവാനന്തരമുള്ള സമീപനം. ഈ കാലത്ത് മുസ്ലിങ്ങളാവട്ടെ ബ്രിട്ടനോട് പൊരുതലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഫത്വ ഇറക്കി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അലമാരകളിൽ ഇപ്പോഴും നമ്മൾ എത്രയോ നൂറുകണക്കിന് ഫത്വകളുടെ രേഖകൾ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ 1857 കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾക്കുണ്ടായ നഷ്ടം വിവരണാതീതമാണ്. അന്ന് പക്വമായി ഈ കലാപത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ച് ഉറുദുവിൽ കലാപത്തിന്റെ കാരണം സംബന്ധിച്ച് ഗഹനമായിട്ടുള്ള ഒരു പുസ്തകം രചിച്ച, പക്ഷെ ആധുനിക ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കുമാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ മർഹൂം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹമാണ് മുസ്ലിങ്ങൾക്കൊരു ദിശാബോധം ഉണ്ടാവേണ്ടതുണ്ട് എന്ന നിലപാടിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. സർ സയ്യിദ് മുന്നോട്ട് വെച്ചത്, നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസം നേടാതെ, നിങ്ങൾ മതപഠനം മതവിശ്വാസം ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസം നേടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തലമുറക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതിനെ നമുക്കൊരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. സർ സയ്യിദ് അത്തരത്തിലൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ ആദ്യകാലത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സർ സയ്യിദ് 1875 ഒരു മദ്രസത്തുൽ ഉലൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, മുസ്ലിം എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. മുസ്ലിങ്ങൾക്കിടയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മെസ്സേജ് എത്തിക്കാനുള്ള പരിശ്രമമാണ്. വളരെ കുറഞ്ഞ പിന്തുണ മാത്രമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് സർ സയ്യിദിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹത്തെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത് കൊണ്ട് എന്നതുകൊണ്ട് തളർത്തിയില്ല. അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോയി കുറേയേറെ ആളുകളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ സാധിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളെ ഈ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് സർ സയ്യിദ് നടത്തിയത്. 1875 ആരംഭിച്ച സ്ഥാപനത്തെ 1877 എത്തിയപ്പോൾ ഒരു അറബിക് കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു മദ്രസയെ, ആ അറബിക് കോളേജിനെയാണ് പിന്നീട് 1920 സർ സയ്യിദൊക്കെ മരണപ്പെട്ട് 10-21 വർഷം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടം അലിഗർ മുസ്ലിം സർവകലാശാലയായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോ ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ കലാപാനന്തരമുള്ള മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ്. അപ്പൊ ആ ഇടയ്ക്ക് വലിയ ചർച്ച ഉണ്ടായത് 850 ശേഷം ബ്രിട്ടൻ സ്വീകരിച്ച നിലപാട് എന്താ വെച്ചാൽ, മറ്റുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലെ മഹാഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിന്ന് ജീർണതകൾ പരിഹരിക്കുന്നതിനുള്ള അവർക്കിടയിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് ബ്രാഹ്മണിക്കൽ ഹിന്ദുവാദത്തെ സാധൂകരിക്കുന്ന നേതാക്കന്മാരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിലെ ഈ മുന്തിയ ജാതിക്കാരായ സവർണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു ലീഡേഴ്സിനെ ബ്രിട്ടൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു.
അതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും കൊടുക്കാതിരിക്കാൻ വേണ്ടി ബ്രിട്ടൻ ശ്രദ്ധിച്ചു. ഈ സന്ദർഭത്തിലാണ് സർ സയ്യിദ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവുമായിട്ട് രംഗത്തിറങ്ങുന്നത്. അപ്പൊ പലരും ആവശ്യപ്പെട്ടത് നമുക്കൊരു രാഷ്ട്രീയ സംഘടന വേണ്ടേ. സർ സയ്യിദിന് മുമ്പിൽ വെച്ചൊരു ആശയം സർ സയ്യിദ് പറഞ്ഞത് ഇപ്പൊ വേണ്ടെന്നാണ്. ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്, ദെൻ നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് സർ സയ്യിദിന്റെ നിലപാട്. സർ സയ്യിദ് 1891 പിന്നെ സർ സയ്യിദ് 98 സർ സയ്യിദ് മരണപ്പെട്ടു. സർ സയ്യിദ് മരണപ്പെടുന്നത് വരെ ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യം വിദ്യാഭ്യാസത്തിന്റെ മതപഠനത്തിന്റെ സന്ദേശം മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചതിന് ശേഷം മാത്രം നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണ്. പക്ഷെ ഈ കാലത്തിനിടക്ക് ചില പൊളിറ്റിക്കൽ പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടായി, പക്ഷെ അതിനൊന്നും വേരുപിടിക്കാൻ സാധിച്ചില്ല. മുഹമ്മദൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു, പക്ഷെ അതിനെ രാഷ്ട്രീയമായിട്ട് പിടിച്ചേക്കാൻ വേണ്ടി സാധിച്ചില്ല. കൽക്കത്ത ആസ്ഥാനമായിട്ട് അമീർ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു നാഷണൽ മുസ്ലിം അസോസിയേഷൻ എന്ന് സെൻട്രൽ നാഷണൽ മുസ്ലിം അസോസിയേഷൻ എന്ന ഒരു സംഘടന 1877 സ്ഥാപിക്കപ്പെട്ടു. അപ്പോ ഒരുപക്ഷെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം അന്വേഷിച്ചു പോയാൽ ഈ പേരുകൾ നമ്മൾ കേൾക്കുമെങ്കിലും അതിന് പൂർണ്ണമായ രീതിയിൽ വികസിച്ചു വരാനോ പ്രവർത്തിക്കാനോ മുസ്ലിങ്ങളെ ആ കൊടിക്കൂറക്ക് പിന്നിൽ അണിനിരത്താൻ അവർക്ക് സാധിച്ചില്ല. സർ സയ്യിദിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലേക്ക് എത്തി. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം 1906 ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നത്. ധാക്കയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് 857 കലാപാനന്തരം ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമെന്ന് വളരെ നന്നായി പഠിച്ച് എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നിവേദനം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് സമർപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ഇതിന് സിംല ഡെപ്യൂട്ടേഷൻ എന്നാണ് പേര്. ഈ നിവേദനം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഒരു മുസ്ലിം രാഷ്ട്രീയ ഐക്യം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. 1906 അപ്പോൾ പലരും മുസ്ലിം ലീഗിന്റെ ഒരു ചാമ്പ്യൻ എന്ന നിലയിൽ കഴിഞ്ഞ നൂറ്റാണ്ട് അതിന്റെ 20ാം നൂറ്റാണ്ടിലുടനീളം ഇന്ത്യൻ മുസ്ലിങ്ങളെ സ്വാധീനിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ്, സ്റ്റേറ്റ്സ്മാൻ എന്നൊക്കെ പറയുന്നത് മഹാനായ ഖായിദ് അസ്സം മുഹമ്മദ് അലി ജിന്ന സാഹിബാണ്. 1906 മുസ്ലിം ലീഗ് പാർട്ടി രൂപീകരിക്കുമ്പോൾ ആ സംരംഭത്തിൽ ജിന്ന സാഹിബ് ഇല്ലായിരുന്നു. ജിന്ന സാഹിബ് വരുന്നത് 1915 മഹാത്മാഗാന്ധിയും ജിന്ന സാഹിബും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നത് ഒരേ കാലത്താണ്. രണ്ടുപേരും അഭിഭാഷകരായിട്ട് ലണ്ടനിൽ നിന്ന് പഠിച്ച് അവിടെ ദക്ഷിണാഫ്രിക്കയിലും ലണ്ടനിലും ഒക്കെ ഗാന്ധി പ്രാക്ടീസ് ചെയ്ത് ജിന്ന സാഹിബ് ലണ്ടനിൽ നിന്ന് ഇവിടേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ജിന്ന സാഹിബ് ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധനായില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഇന്ത്യയിൽ വേണ്ടത്. ഇന്ത്യയുടെ ഒരു ബഹുസ്വരത, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള 2 സമുദായങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. അവരാണ് ഈ രാജ്യത്തിന്റെ 2 നേത്രങ്ങൾ. അവരൊരേപോലെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. അതിനിടയ്ക്ക് യാതൊരു വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന ആളാണ് ജിന്ന. അതുകൊണ്ട് 1906 രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗിലേക്ക് പലതവണ ക്ഷണിച്ചിട്ടും ജിന്ന സാഹിബ് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടാണ് ജിന്നയെ കാണുന്നത്. ഇതിനിടയ്ക്ക് ഈ 19 കൊല്ലക്കാലത്തിനിടക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ നടന്നിട്ടുള്ള ഹിന്ദുത്വ വർഗീയതയുടെ വലിയ സ്വാധീനമാണ് ജിന്നയിലെ എവല്യൂഷനിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തെ മാത്രം പ്രതിയായിട്ട് നിർത്തി ക്രൂശിക്കപ്പെടേണ്ടതല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തുണ്ടായിരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രശ്നം എന്തായിരുന്നു? 6-7 കൊല്ലം അത് 2 കഷ്ണമായിട്ടാണ് പ്രവർത്തിച്ചത്. എന്തായിരുന്നു സംഗതി? അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ നിന്നൊരു വിഭാഗം തീവ്രമായിട്ടുള്ള ഹിന്ദുത്വ വർഗീയതയെ താലോലിച്ച ആളുകളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയാണെങ്കിൽ പോലും അതിന്റെ കവാടങ്ങളും അതിന്റെ പരിസരമൊക്കെ ഹിന്ദു ക്ഷേത്ര മാതൃകയിൽ തന്നെ അലങ്കരിക്കണമെന്ന് വാശി പിടിച്ച ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ തലപ്പെട്ട്. ഞാൻ സമയക്കുറവ് കാരണം അത് പറയുന്നത്, ലാൽ ബാൽ പാൽ ത്രയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്ര പാൽ, ബാലഗംഗാധര തിലകൻ, ഇവരൊക്കെ തീവ്രമായ ഹിന്ദു ആശയ പ്രചാരകരായിട്ടാണ് കോൺഗ്രസിൽ പ്രവർത്തിച്ചത്. അപ്പൊ ഇതുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോഴും ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ്?
ചരിത്രത്തിലുടനീളം അതിന്റെ കീ പോസ്റ്റുകളിൽ എവിടെയും ഈ തീവ്രവർഗീയതയുള്ള നേതാക്കന്മാർ വന്നില്ല എന്നതുകൊണ്ടാണ്. മിതവാദികളായ ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയുള്ള, ഫിറോസ് ഷാ മേത്തയെ പോലെയുള്ള, മോത്തിലാൽ നെഹ്റുവിനെ പോലെയുള്ള, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മിതവാദികളായ നേതാക്കന്മാർ അതിന്റെ തലപ്പത്ത് വന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് 1875 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോഴും പറയാൻ സാധിക്കുന്നത്. ആ ഒരു മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കോൺഗ്രസിനകത്തെ വലിയ കലാപം ഉണ്ടായിരുന്നു. ഈ കലാപം ഒരർത്ഥത്തിൽ ഏകീകരിക്കപ്പെടുന്നത്, കുറച്ച് ശമനം ഉണ്ടാവുന്നത് മഹാത്മാഗാന്ധി വന്നതോടുകൂടിയാണ്. ഇതുവഴി എന്താണ്, 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പാടെ പരാജയപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവർ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. എങ്കിൽ പോലും ഇന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാവുന്ന തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മുടെ പങ്കിനെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ നിവർത്തിപ്പിടിച്ച നട്ടെല്ലുമായിട്ട് വർത്തമാനം പറയാൻ കഴിയുന്നത് 850 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ധീരമായിട്ട് നേതൃത്വം നൽകി പൊരുതി മരിച്ചു എന്നതുകൊണ്ടാണ്. പക്ഷെ പരാജയപ്പെട്ടവരുടേതാണ് ചരിത്രം എന്നൊരു ആപ്തവാക്യം. എന്നതുപോലെ ചരിത്രത്തിൽ അപ്പോഴും മുസ്ലിങ്ങളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടന്നത്. ഗാന്ധി വന്നതോടുകൂടി ഗാന്ധിയിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. മഹാത്മാഗാന്ധി വന്നപ്പോൾ കോട്ടും ടൈയും ഷൂസൊക്കെ ഇട്ടാണ് വന്നതെങ്കിൽ പോലും ഇന്ത്യയെ അറിയാൻ വേണ്ടി അയാള് രാജ്യമാകെ ചുറ്റി സഞ്ചരിച്ചപ്പോഴാണ് കോട്ടും സൂട്ടും ടൈയൊക്കെ വലിച്ചെറിഞ്ഞത്. പുതക്കാനില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരോട് മനസ്സു ചേർത്ത് വെക്കാൻ ഒരൊറ്റമുണ്ട് പുറക്കാൻ തീരുമാനിച്ച ഗാന്ധി, ഉടുക്കാനില്ലാത്തവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരൊറ്റമുണ്ട് ഉടുത്ത് ജീവിക്കാൻ തീരുമാനിച്ച ഗാന്ധിയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ പങ്ക്, അവരുടെ നേതൃപാഠം, അതേക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള പഠനം ആവശ്യപ്പെടുന്നത് അതിനെ മുഴുവൻ ഒരു വാനിഷ് ചെയ്തുകൊണ്ട് ഗാന്ധിയുടെ ഒരു സർവാധിപത്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാവുകയാണ്. മഹാത്മാഗാന്ധിയാണ് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത്. അദ്ദേഹത്തിന്റെ സമര പാരമ്പര്യത്തെ നമ്മൾ വിമർശിക്കുന്നില്ല. ഗാന്ധിയുടെ സമരം അഹിംസാത്മകമായ സമരമായിരുന്നു. അവസാനം ഇന്ത്യ വിട്ടുപോകുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആരോടാ സമരം ചെയ്തത്, ഞങ്ങൾ ആയുധമെടുക്കുമ്പോൾ എല്ലുന്തിയ 45 കിലോ പോലും തൂക്കമില്ലാത്ത ഒരു മനുഷ്യൻ വെളുക്ക ചിരിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്ക് എന്ത് ചേരമാണ് ഗാന്ധിയുടെ സമരങ്ങൾ കൊണ്ട് നമുക്ക് തോന്നും. അഹിംസാത്മകമായ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡി യാത്ര, ഇങ്ങനെയുള്ള സമരങ്ങൾ കൊണ്ടൊക്കെ ബ്രിട്ടീഷുകാർക്ക് എന്ത് പ്രകോപനമാണ് ഉണ്ടാവുക എന്ന് സാമാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുമെങ്കിലും ബ്രിട്ടനെ പേടിപ്പെടുത്തിയത് ഗാന്ധിയുടെ ഈ സമര രീതിയായിരുന്നു. ആ ഗാന്ധി ഖിലാഫത്ത് മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് സമന്വയിപ്പിച്ചു. ഒരു പക്ഷെ മലബാറിന്റെ ചരിത്രം നമ്മൾ ഇന്ത്യയിൽ പറയുന്ന ഈ സമഗ്രമായിട്ടുള്ള ചരിത്രത്തിന്റെ ഒന്നും ഭാഗമല്ല. ഇവിടെ പോർച്ചുഗീസുകാർ ഗാമ വന്നത് തൊട്ട് ആരംഭിച്ച ചെറുത്തുനിൽപ്പാണ് ഈ തീരദേശത്ത്. മരക്കാർമാരുടെ സമരം, അത് കഴിഞ്ഞിട്ട് ടിപ്പു മലബാർ നിയന്ത്രിച്ച സമയത്ത് നടന്ന പോരാട്ടം, അത് കഴിഞ്ഞ് 921 കലാപം. ഈ കലാപങ്ങളൊക്കെ കൂടെ ഒരു ജനതയെ സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായിട്ട്, സാമൂഹ്യമായിട്ട് തകർത്ത് കളയാണ് ചെയ്തത്. ഇത് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊന്നും ഇതില്ല. തെക്കൻ തിരുവിതാംകൂറിലെയും തിരുകൊച്ചിയിലെ മുസ്ലിങ്ങൾക്ക് പോലും അത് പറയാൻ കഴിയില്ല. അവർക്കൊക്കെ രാജഭരണത്തിന്റെ, നാട്ടുരാജഭരണത്തിൻ്റെത് ഉൾപ്പെടെയുള്ള എല്ലാ ഭരണത്തിന്റെയും ആനുകൂല്യം ലഭിച്ച മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രശ്നമുണ്ട് ഇവിടെ. അത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാക്കിയതാണ്. ജിന്ന സാഹിബ് ഒക്കെ ഖിലാഫത്ത് മൂവ്മെന്റിന് അതിശക്തമായിട്ട് എതിർത്ത ആളാണ്. അങ്ങനെ ഒരു സമരം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാണ്. ഗാന്ധി സതുദ്ദേശപരമായിട്ടാണ് അത് ആരംഭിച്ചതെങ്കിൽ പോലും തുർക്കിയിലെ ഖിലാഫത്ത് തകർത്ത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടനെതിരായിട്ട് തുർക്കിയിലെ ഖിലാഫത്ത് തകർക്കാൻ കാരണം ബ്രിട്ടനാണെന്ന് വെച്ച് ബ്രിട്ടനെതിരായിട്ട് സമരം ചെയ്യേണ്ടത് ധാർമ്മികമായിട്ട് നമ്മുടെ ബാധ്യതയാണെന്നാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ആശയം. നല്ല ആശയമായിരുന്നു. പക്ഷേ ഗാന്ധിക്ക് അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മലബാറിലെ നേതാക്കന്മാർക്ക് അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഈവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള അക്കാലത്തെ AICC-യിലൊക്കെ ബന്ധപ്പെടുത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, മൊയ്തു മൗലവി പോലെയുള്ള ആളുകൾക്ക് പോലും മലബാറിലെ ഈ സമരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം വൈകാരികമായിട്ടുള്ള ഒരു വിസ്ഫോടനമായിട്ട് മലബാർ സമരം മാറുകയാണുണ്ടായത്. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമരമായിട്ടാണ് അത് മാറിയിട്ടുണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തുടനീളം മുസ്ലിങ്ങളുടെ പങ്ക്, ജമിയത്തുൽ ഉലമായ ഹിന്ദ്, അത് ഒരർത്ഥത്തിൽ ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന് ബദലായി കോൺഗ്രസിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം, ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പ് എല്ലാ തലങ്ങളിലും നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. അപ്പോ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളെ ആ പ്ലാറ്റ്ഫോമിലേക്ക് അണിനിരത്താൻ വേണ്ടി പരിശ്രമിച്ചെങ്കിൽ പോലും അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഭിന്നമായിട്ടുള്ള ഒരു ചേരി മുസ്ലിങ്ങൾക്കെതിരായിട്ട് എല്ലാ കാലത്തും നിലകൊണ്ടു. ചരിത്രം ശരിക്കും പരിശോധിച്ചാൽ നമുക്ക് 1920കളുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ മലബാറിലൊക്കെ 21 കലാപത്തിന് ശേഷം ആയുധം ഉപേക്ഷിച്ച് നമ്മൾ റിഫോർമേഷന് വേണ്ടി പരിശ്രമിക്കുന്ന കാലമാണ്. ഈ കാലത്ത് ദേശീയ തലത്തിലുണ്ടായ ഒരു മാറ്റം എന്താണ്? വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് അവതരിപ്പിക്കപ്പെട്ട നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അച്ഛൻ നെഹ്റുവിന്റെ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥത്തിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്നിപ്പോ നമ്മുടെ ഭരണഘടനയുടെ ബർത്ത്ഡേ ആണല്ലോ ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യക്കാർക്കൊരു ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും എന്തെല്ലാം ആശയങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് സംബന്ധിച്ച് ബ്രിട്ടന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത ഒരു സർവകക്ഷി യോഗമാണ് യഥാർത്ഥത്തിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന രീതിയിൽ പുറത്തു വന്ന ആശയം. പക്ഷെ ആ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ നിരാകരിക്കുകയാണ് കോൺഗ്രസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ജനസംഖ്യാനുപാതികമായിട്ട് അന്നത്തെ നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യം വേണം. ഇന്നത്തേതുപോലെ കുറെ സ്റ്റേറ്റ് ഇല്ല, പാർലമെന്റ് ഇല്ല. അന്നത്തെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ അസംബ്ലിയാണ്. അത് ബ്രിട്ടീഷ് നിയന്ത്രിക്കുന്ന സെൻട്രൽ അസംബ്ലിയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എന്നാണ് നിയമസഭകൾക്ക് പറയാം. ഒരു 10-11 ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും സെൻട്രൽ അസംബ്ലിയും. അവിടേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പരിശോധിച്ചാൽ അവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് റെപ്രസെന്റേഷൻ മതിയായ രീതിയിൽ ഉണ്ടായിരുന്നു. അത് അന്നത്തെ മുസ്ലിം ലീഗ് പൊരുതി നേടിയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. പിൽക്കാലത്ത് അതില്ല. സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങൾക്ക് അങ്ങനെ റിസർവേഷൻ വേണ്ട എന്നാണ് തീരുമാനിച്ചത് നമ്മുടെ തദ്ദേശീയ ഗവൺമെന്റ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ റിസർവേഷൻ പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇപ്പൊ ഇല്ലല്ലോ, പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒന്നും മുസ്ലിം റിസർവേഷൻ ഇല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് അതായിരുന്നു. നമ്മൾ സത്താർ സെട്ട് സാഹിബ് നമ്മുടെയൊക്കെ പ്രദേശം ഉൾപ്പെട്ട നീലഗിരി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 1934 ജയിച്ചു പോകുന്നുണ്ട്. അങ്ങോട്ട് ഡൽഹിയിലേക്ക് സെൻട്രൽ അസംബ്ലിയിലേക്ക് തലശ്ശേരിക്കാരനായ അബ്ദുൽ സത്താർ സെട്ട് സാഹിബ്. കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ മെസ്സേജ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നേതാവ് സത്താർ സെട്ട് സാഹിബാണ്. 1937 എത്തുമ്പോൾ നമ്മൾ കാണുന്നത് മലബാറിൽ മുസ്ലിം ലീഗ് സംഘടിതമായിട്ട് രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോ മഹാനായ KM സീതി സാഹിബ് ഇന്ത്യയിലെ, കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ നമുക്കൊരിക്കലും അവഗണിക്കാൻ കഴിയാത്ത നേതാവ് KM സീതി സാഹിബാണ്. ഒരു അതിര് കടന്ന് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ RC ഓണർ KM സീതി സാഹിബ്. എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ സീതി സാഹിബ് നമസ്കരിക്കപ്പെടണം എന്ന ഒരു ആധിപത്യം നമ്മുടെ ചർച്ചകളിലൊക്കെ തന്നെ ആസൂത്രിതമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. 3 നിയമസഭയിൽ അംഗമായ നേതാവാണ് KM സീതി സാഹിബ്. 1928 കൊച്ചി നിയമസഭയിൽ, പിന്നീട് മദ്രാസ് നിയമസഭയിൽ, പിന്നീട് കേരളപ്പിറവിക്ക് ശേഷം കേരള നിയമസഭയിലും അംഗമായിട്ടുള്ള നേതാവാണ് KM സീതി സാഹിബ്. ഇത്രമാത്രം മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ള ഒരു നേതാവ്. കൊച്ചി നിയമസഭയിലെ സീതി സാഹിബിന്റെ ഇടപെടലിനെ കുറിച്ച് ഇനിയും പുറത്തു വരേണ്ട ധാരാളം പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വഖഫ് സ്വത്ത് സംബന്ധിച്ച്, ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചൊക്കെ തന്നെ എത്ര കാലം മുമ്പ് KM സീതി സാഹിബ് കൊച്ചി നിയമസഭയിൽ LLB പഠനം കഴിഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ടാണ് സീതി സാഹിബ് നിയമസഭയിലേക്ക് ജയിച്ചു പോയത്. വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോയത്. പഠനം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ KM സീതി സാഹിബിനെ പോലെയുള്ള ധാരാളം മുസ്ലിം നേതാക്കന്മാർ, അന്ന് AICC അംഗമായിരുന്നു സീതി സാഹിബ്. കേരളത്തിൽ നിന്ന് ആകെ 2 പേര് AICC അംഗം. അതിൽ വളരെ ചെറിയ പ്രായക്കാരനായ സീതി സാഹിബ് ഒരാളായിരുന്നു. ആ സീതി സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസിലുമാണ് മുസ്ലിം നേതാക്കന്മാർ മഹാഭൂരിഭാഗം പ്രവർത്തിച്ചതെങ്കിൽ മോത്തിലാൽ കമ്മിറ്റി നെഹ്റു റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്തെ മുസ്ലിം അവഗണന മനസ്സിലാക്കിയിട്ട് 1930കളുടെ തുടക്കത്തോടുകൂടി കൂട്ടത്തോടെ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നേതാക്കന്മാരുടെ ഒഴുക്കുണ്ട്. മഹാനായ KM മൗലവിയെ പോലെയുള്ള, സീതി സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ, പിന്നീട് പൂക്കോയ തങ്ങൾ, ബാഫഖി തങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയാണ്. മലബാറിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ശക്തമാകുന്നത് ഈ 30കളുടെ അവസാനത്തോടു കൂടിയാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങൾ വേർപെട്ടു പോകാനുള്ള ഒരു കാരണമായിട്ട് മാറി. അങ്ങനെ നമ്മൾ വരുന്നത് പിന്നീട് 47 ഒരു കാലത്തും ഇന്ത്യ വിഭജിക്കണം, മുസ്ലിങ്ങൾക്കൊരു സ്വതന്ത്രമായ രാഷ്ട്രം വേണമെന്ന് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ വലിയ വിവാദം ഉണ്ടായ സംഗതിയാണ്. ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാത്ത ഒരു കോൺട്രവേഴ്സിയാണ്. ഈ ജിന്നാ സാഹിബിനെയാണ് പലപ്പോഴും പ്രതി ചേർക്കും. ഞാൻ പറഞ്ഞല്ലോ ജിന്നാ സാഹിബിന് വലിയ കറകളഞ്ഞ മതേതരവാദി, ലീഗൽ പ്രവർത്തിക്കാൻ പോലും എന്റെ മതേതരവാദിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രത്തിന്റെ പിതാവായി നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഗാന്ധിയുടെ ചിത്രം ഫ്രെയിം ചെയ്ത് വെച്ചതുപോലെ പാകിസ്ഥാനിൽ ജിന്നാ സാഹിബിന്റെ ചിത്രമാണ് ഫ്രെയിം ചെയ്ത് വെച്ചത്. രാഷ്ട്രത്തലവനായിട്ട്
ജിന്നാ സാഹിബ് മാറിയത്. എന്തുമാത്രമായിരുന്നു കോൺഗ്രസിന്റെ വേദികളിൽ നിന്ന് മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളി എന്നതിന്റെ ചുരുക്കമാണ്. അടുത്തൊരു സംഭവം ഉണ്ടായി. ലാൽകൃഷ്ണ അദ്വാനി BJPയുടെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് അയാള് പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് കായിദ് കബറിടത്തിൽ പോയിട്ട് ഒരു പുഷ്പചാട്ടം അർപ്പിച്ചിട്ട് പത്രക്കാരെ കണ്ടു പറഞ്ഞു, ജിന്ന ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായിരുന്നു. അവിടുന്ന് വിമാനം കയറിയിട്ട് പാലം വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ BJPയുടെ നേതൃത്വം അയാളെ രാജി ചോദിച്ചു വാങ്ങുക ചെയ്തു. അപ്പൊ ജിന്നാ സാഹിബിന്റെ കുടുംബ വേരുകൾ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ലാൽകൃഷ്ണ അദ്വാനി. അപ്പൊ മുസ്ലിങ്ങൾക്കൊരു സ്വതന്ത്രമായ രാഷ്ട്രം വേണമെന്നല്ല യഥാർത്ഥത്തിൽ വാദിച്ചത്. അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണമുണ്ട്. ഇക്ബാൽ ഒരു കവി ആയതുകൊണ്ട് ഇവിടെ റൊമാൻറ്റിക് ആയിട്ട് അഭിപ്രായം പറഞ്ഞതാണ് അലഹാബാദ് സമ്മേളനത്തിൽ വെച്ച്. ഇന്ത്യയിൽ 2 സ്വത്വങ്ങളുണ്ട്, മുസ്ലിം ഐഡന്റിറ്റിയും ഹിന്ദു ഐഡന്റിറ്റിയും ഉണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാവുന്ന ഒരു സംവിധാനം ഈ രാഷ്ട്രത്തിനകത്ത് വേണം എന്ന ആശയത്തെയാണ് ദ്വിരാഷ്ട്രവാദമായിട്ട് പറഞ്ഞത്. ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച നേതാക്കന്മാർ സംഘപരിവാറിലും കോൺഗ്രസിലും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ദ്വിരാഷ്ട്രവാദം ഒരിക്കലും മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അനിവാര്യമായ ഒരു പിളർപ്പിലേക്ക് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യലബ്ധിയോടുകൂടി എത്തുകയാണ്. അത് മുസ്ലിം ലീഗോ കായിദ് ജിന്നാ സാഹിബോ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. വിഭജനത്തിന്റെ പദ്ധതി തയ്യാറാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധി മാത്രമാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്. ഗാന്ധി ഒരിക്കലും ഈ രാജ്യം വെട്ടിമുറിക്കുന്നതിന് അനുകൂലിച്ചിട്ടില്ല. എന്നാൽ നെഹ്റുവിന്റെ പങ്ക് സംശയാതീതമാണ്. അബുൽ കലാം ആസാദിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം നല്ല ഉദാഹരണമാണ്. അത് വായിച്ചാൽ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പേരിൽ മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട അബുൽ കലാം ആസാദിന്റെ പുസ്തകം. 4 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ, ഉറുദു ഭാഷയിൽ വിശുദ്ധ ഖുർആന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അബുൽ കലാം ആസാദ് പറയുന്നുണ്ട് ആരായിരുന്നു വിഭജനത്തിന് ഉത്തരവാദി എന്ന്. ആർക്കായിരുന്നു കലശലായ അധികാരമോഹം, രാഷ്ട്രത്തിന്റെ തലപ്പത്ത് ആര് വരണം എന്നുള്ള അകാരണമായിട്ട് ജിന്നയെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ഇന്ത്യയിലെ നേതാക്കന്മാരും. അതുകൊണ്ട് വിഭജിച്ചായാലും വേണ്ടില്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം എന്ന വാശി ഉണ്ടായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. വെടിയേറ്റു മരിച്ച ദിവസം പോലും ഗാന്ധി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ചർച്ചയിലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നെഹ്റു, ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭഭായ് പട്ടേൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ നിങ്ങൾ ഡൽഹി സന്ദർശിച്ചാൽ എവിടെയും മഹാത്മാഗാന്ധിയുടെ ഒരു റിമൈൻസും നമുക്ക് കാണാൻ കഴിയില്ല. സബർമതി ആശ്രമത്തിലില്ല. ഇപ്പോ ഡൽഹി മ്യൂസിയത്തിന്റെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ സന്ദർശിച്ചപ്പോൾ ഒരു കാലത്ത് അവിടെ ഗാന്ധി വെടിയേറ്റ് മരിച്ച സമയത്ത് ധരിച്ച മുണ്ട്, ചോല കലർന്ന ഈ വസ്ത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് വന്ന 9mm സെമി ബരേറ്റ ഓട്ടോമാറ്റിക് റൈഫിൾ അവിടെ കാണാവുന്ന നല്ല സാധനമായിരുന്നു. ഇപ്പൊ അതൊന്നും അവിടെ ഇല്ല. അവിടുത്തെ ക്യൂറേറ്റർ പറഞ്ഞത് രാഷ്ട്രപിതാവിന്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മര്യാദക്ക് നിരക്കുന്നതല്ല, അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചെന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധി എവിടെയില്ല. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ എവിടെയും ഗാന്ധിയുടെ ഒരു തല പോലുമില്ല. സൗജന്യമായിട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഗാന്ധിയുടെ ആത്മകഥയുടെ ഒരു കഷ്ടം പോലും പുതിയ പാർലമെന്റ് മന്ദിരത്തിലില്ല. സമ്പൂർണ്ണമായിട്ട് ഗാന്ധി നിരാകരിക്കപ്പെടുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരാകരിക്കപ്പെടുന്നു. ആരാണ് ആഘോഷിക്കപ്പെടുന്നത്? നിങ്ങൾ ഡൽഹി സന്ദർശിച്ചാൽ അറിയാം. അതുമല്ലെങ്കിൽ ഗുജറാത്തിൽ പോയിട്ട് നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 3000 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സർദാർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മനുഷ്യകായ പ്രതിമയായിരിക്കും സർദാർ വല്ലഭഭായ് പട്ടേൽ. എന്തുവാണ് പട്ടേൽ ആഘോഷിക്കപ്പെടുന്നത് എന്നാണ്. പട്ടേലിന് കലശലായ മോഹം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ. നെഹ്റുവാണ് പ്രധാനമന്ത്രി ആയത്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് നെഹ്റുവിനേക്കാൾ ഇഷ്ടം പട്ടേലിനോടായിരുന്നു ഗാന്ധിക്ക്. കാരണം നെഹ്റു തടവ് ശിക്ഷ അനുഭവിച്ചതിനേക്കാൾ ഗാന്ധിക്കൊപ്പം യർവാദ ജയിലും തിഹാർ ജയിലിലൊക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് പട്ടേൽ. പട്ടേലിനോട് ഭയങ്കര അടുപ്പുണ്ടായിരുന്നു ഗാന്ധിക്ക്. എന്നിട്ടും 46-ൽ കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോ AICCയുടെ പ്രസിഡന്റ് നെഹ്റു ആകണമെന്ന് ഗാന്ധി മൗനമായിട്ട് നിർദ്ദേശം കൊടുത്തു. പട്ടേൽ ആവരുത്. ഗാന്ധി ഭയപ്പെട്ടത് പട്ടേലിന്റെ മനസ്സിലുണ്ടായിരുന്ന ഹിന്ദുത്വ വർഗീയതയോടുള്ള അഭിനിവേശമായിരുന്നു കാരണം. അതുകൊണ്ടാണ് ഇന്ന് ഡൽഹിയിൽ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ പട്ടേലിനെ വലിയ തോതിൽ കൊണ്ടാടുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് 2 ലക്ഷം മുസ്ലിങ്ങളാണ് ഡൽഹിയിൽ അങ്ങാടിയിൽ മാത്രം കൊന്നിട്ടത്. നൈസാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നാട്ടുരാജാവ് ഇന്ത്യൻ യൂണിയൻ ലയിക്കാതെ ഒന്ന് മസിൽ പിടിച്ചിരുന്നതാണ്. ഇന്ത്യൻ പട്ടാളം പ്രഖ്യാപിച്ച നടപടിയായിരുന്നു ഹൈദരാബാദ് ആക്ഷൻ. ഹൈദരാബാദ് ആക്ഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പട്ടാളം നൈസാമിനെയും നൈസാമിന്റെ കൊട്ടാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരെയും നിർബാധം കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്.
കൊന്നൊടുക്കിയിട്ടാണ് ഹൈദരാബാദ് ബലാത്കാരമായിട്ട് പിടിച്ചെടുത്തത്. അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർദാർ വല്ലഭഭായി പട്ടേലാണ്. ഒരു പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ മയ്യത്ത് മിഞ്ഞുകൂടിക്കടന്ന ഒരു പ്രദേശം ഡൽഹി ആയിരുന്നു, ഹൈദരാബാദ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പട്ടേൽ അങ്ങനെ ഇപ്പോ ഇന്ത്യയിലെ ഭരണക്കാരുടെ ഒരു ഇഷ്ടപുത്രനായിട്ട് മാറിയിരിക്കും. ഞാൻ സൂചിപ്പിച്ചത് ഈ ദേശീയ നേതാക്കന്മാരാരും ഇപ്പോൾ നമ്മുടെ മുഖ്യധാരയിൽ എവിടെയില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം രണ്ടായിട്ട് പിളർന്നു. എല്ലാ നേതാക്കന്മാരുടെ ഒത്താശയോടെയാണ് നെഹ്റു ഈ വിഭജനത്തിന്റെ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ പേന ടോപ്പിലേക്ക് വെച്ച് കോട്ടിൽ തന്നെ തിരികെ വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ വിഭജിക്കില്ലായിരുന്നു, ഇന്ത്യ രണ്ടായിട്ട് മുറിയില്ലായിരുന്നു. എന്നിട്ടാണ് ജിന്നെ ഉൾപ്പെടെയുള്ള മറ്റു മതസമുദായങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാവരും ഒപ്പുവെക്കുന്നത്. എന്തായാലും രാജ്യം വിഭജിക്കപ്പെട്ടു. വടക്ക് കിഴക്കു ഭാഗത്തെയും വടക്കു പടിഞ്ഞാറു ഭാഗത്തെയും ആവാസ പ്രദേശങ്ങൾ ഒരു രാജ്യമായിട്ട് പോയി. ബാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി. ഒരു പിടി അരി വാരി എറിഞ്ഞതുപോലെ ചിതറിക്കിടക്കായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ. പിന്നീട് അവർക്കൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വരാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു. പാർലമെന്റിന് തുല്യമായിട്ട് പ്രവർത്തിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം നേതാക്കന്മാർ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഉൾപ്പെട്ട, അവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല, അവിടെ നമ്മള് സൗക്കാർ സി അബ്ദുൽ കരീം സാഹിബാണ് ഇത് തുറന്നത്, ഈ സഭാ ഹാൾ. അന്ന് നമ്മൾ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. മദ്രാസ് സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് തെന്നിന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം രാഷ്ട്രീയ നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വലിയൊരു പരിശ്രമം ഉണ്ടായി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കാളികളാവുകയും മുസ്ലിം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണിമ വെട്ടാത്ത ജാഗ്രതയിൽ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ, ബി പോക്കർ സാഹിബ് ഇവിടെ നിന്ന് ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട, ഒന്നാം ലോക്സഭയിലേക്ക് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബി പോക്കർ സാഹിബ് എന്ന തലശ്ശേരിക്കാരൻ, ഭരണഘടന നിപുണനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 40-40 കൊല്ലക്കാലം മദ്രാസ് ഹൈക്കോടതിയിലെ തിരക്കു പിടിച്ച അഭിഭാഷകനായിരുന്ന ബഡേക്കണ്ണി പോക്കർ സാഹിബ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭാംഗമായിരുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കൂടെ പരിശ്രമിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ ആഭിമുഖ്യമുള്ളതായിട്ട് മാറിയതെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒന്നാം സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച രജീന്ദർ സിംഗ് സച്ചാർ കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുസ്ലിം പങ്കാളിത്തത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിം ഉയർത്തെഴുന്നേൽപ്പിന് രാസത്വരകമായിട്ട് പ്രവർത്തിച്ചത് 1948 മാർച്ച് 10 മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ്. മഹാനായ KM സീനി സാഹിബ്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഒരുപാട് വെല്ലുവിളികളെയും മറികടന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് എന്ന പേരിൽ ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തിനാണ് അങ്ങനെ ചോദ്യം ചെയ്തതാണ്. സ്വാതന്ത്ര്യാനന്തരയിൽ അങ്ങനെ ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി എന്തിനാണ് എന്നാണ് ചോദിച്ചത്. പക്ഷെ ആ വെല്ലുവിളികളെ നേരിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണ്. ഞങ്ങൾ അശേഷം വർഗീയത പ്രചരിപ്പിക്കാനല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ഐഡിയോളജി ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു കുത്തിലോ കോമയിലോ വരിയിലോ ഞങ്ങൾ ഈ ഭരണഘടനയ്ക്കെതിരല്ല. ഞങ്ങൾ ഈ ബഹുസ്വര സമൂഹത്തിൽ ഏറ്റവും അച്ചടക്കത്തോടുകൂടി എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ്, ആർക്കും എതിരല്ല. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിൽ 2, 3, 4 ആളുകൾ ഉണ്ടെങ്കിൽ അവരവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും എന്ന ജനാധിപത്യത്തിനകത്ത് പരിമിതമായ സാധ്യതകളെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളൂ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമാണ്. ഇന്ത്യയെ പോലെയുള്ള ഹെറ്ററോജീനസ് ആയ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു ജനസമൂഹത്തിൽ ജനസംഖ്യയും ഒരേപോലെയല്ല, ഹെറ്ററോജീനസ് ആണ്. മഹാഭൂരിഭാഗം ഹിന്ദു സമൂഹമാണ്. നെഹ്റു തൊട്ട് ഇന്നേക്ക് വരെയുള്ള പ്രധാനമന്ത്രിമാർ മഹാഭൂരിഭാഗം ഹിന്ദുക്കൾ, പ്രസിഡന്റുമാർ ഹിന്ദുക്കൾ, ക്യാബിനറ്റിൽ വന്ന മന്ത്രിമാർ ഹിന്ദുക്കൾ. അത് ഈ രാജ്യത്തെ സംബന്ധിച്ചൊരു തെറ്റല്ല എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം നമ്മുടെ ജനസംഖ്യയുടെ ഘടന അങ്ങനെയാണ്. ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ ഉണ്ടാക്കാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കുന്നില്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ചെയ്യുന്നത് നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിൽ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിനും ജനാധിപത്യത്തിനും ഇണങ്ങുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 3/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ഈ പ്രതിനിധികളാണ് മുസ്ലിം അവകാശത്തിന് വേണ്ടി, മുസ്ലിം സ്വത്വം നേരിടുന്ന വെല്ലുവിളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നും ഇന്ത്യയുടെ പാർലമെന്റിൽ ആ പോരാട്ടം സർവോപരി ശക്തമായിട്ട് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്.
ഒരുപാട് നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഫാറൂഖ് കോളേജിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. 67 മന്ത്രിസഭാ പ്രവേശനത്തിന് ശേഷം നമ്മുടെ പ്രദേശത്തുണ്ടായ മാറ്റം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, 71 കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടാക്കി, മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാല ഉണ്ടാക്കി, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, അറബി അധ്യാപകന്മാരെ മുഖ്യധാരയിൽ പരിഗണിക്കപ്പെട്ടതിനു വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ നടത്തി, കണ്ണൂർ സർവകലാശാല ഉണ്ടാക്കി, അലിഗർ മുസ്ലിം സർവകലാശാലയുടെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതുൾപ്പെടെ വിദ്യാഭ്യാസമാണ് ഒരു ജനതയുടെ പുരോഗമനത്തിനുള്ള ഒറ്റമൂലി എന്ന് തിരിച്ചറിഞ്ഞാണ് മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ആശയങ്ങളും അജണ്ടകളും അതിനകത്തില്ല. മറിച്ച് മതസൗഹാർദ്ദത്തിന് വേണ്ടി മുന്തിയ നിലപാട് സ്വീകരിക്കണം. ആ മുസ്ലിം ലീഗിന്റെ പ്രത്യയശാസ്ത്രത്തെ അതിനകത്ത് അണിചേർന്ന ആളുകൾക്കിടയിൽ ഞങ്ങൾ നിങ്ങൾ എന്ന് വേർതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇപ്പോ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങൾ, 1922 രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ഐക്യ സംഘം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 21 കലാപത്തിന് ശേഷം നമ്മുടെ കയ്യിലെ കത്തിയും വാളും വലിച്ചെറിഞ്ഞ് സാമൂഹ്യ പരിഷ്കരണത്തിനും പ്രമാണബന്ധിതമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കും ആധുനിക വിദ്യാഭ്യാസത്തിനും വേണ്ടി നിലകൊണ്ട കേരള മുസ്ലിം ഐക്യ സംഘം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നത് സ്വാഭാവികമായിട്ട് അതിനെതിരെ ഉണ്ടായിട്ടുള്ള ട്രഡീഷണലായ ഒരു റെസ്പോൺസ് ആയിട്ട് 1927 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണമൊക്കെയുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചതെങ്കിലും അത് സംഗമിക്കുന്നത് പലപ്പോഴും മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ്. എന്നാൽ അതിനെ ദുർബലപ്പെടുത്താൻ ചില ആളുകളുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുന്നു എന്ന സങ്കടകരമായിട്ടുള്ള വർത്തമാനകാല അനുഭവങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് നമ്മൾ എല്ലാവരും പക്വമായി കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഖുർആൻ പഠനത്തോടൊപ്പം തന്നെ ഖുർആൻ വിഭാവനം ചെയ്ത ഒരു സമൂഹത്തിന്റെ ഉത്തമമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് പൊളിറ്റിക്സിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് കൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.